പറ്റിയ വോൾഫിന് എന്നാ പറ്റിയ വോൾഫിന് ആ എന്തോത്തിന്റെ യേശുവിനെ സോക്കേട്? യേശുവിനെ ജനിപ്പിച്ച വായിച്ചു. കേശു എന്ന് എഴുതിയിട്ടില്ല ബ്രദർ. കേശു അതാരാണ് നമുക്ക് അറിഞ്ഞുകൂടാ. അത് അവന്റെ ആരെങ്കിലും. നമുക്കറിയാത്ത അത് മുഹമ്മദിന്റെ ഓക്കെ. ആരോ ആണ്. നമുക്കറിയാത്ത ആൾക്കാരൊക്കെയാണ്. നമുക്ക് വൃത്തിയായിട്ട് മര്യാദയ്ക്ക് ഒരു മുഹമ്മദിയന് ഒരു ചോദ്യം ചോദിക്കാനുള്ള കഴിവില്ലല്ലോ. പണ്ടും മുഹമ്മദിൻ്റെ സെയിം തനി പ്രവൃത്തിയാണ്. മുഹമ്മദ് ഈ ക്രിസ്ത്യാനികളോട് നേരിട്ട് മുട്ടാൻ പറ്റാത്തത് കൊണ്ട് മുഹമ്മദ് മുബാഹല പ്രാർത്ഥന നടത്താൻ വേണ്ടി, ശാപപ്രാർത്ഥന നടത്താൻ വേണ്ടിയിട്ട് വിളിപ്പിച്ചതാണ്. അങ്ങനെ ക്രിസ്ത്യാനികൾ പോയില്ല. അപ്പം ആ സെയിം പ്രകൃതിയാണ് ഇവരുടെ ഇന്നും. മര്യാദയ്ക്ക് ഒരു ചോദ്യം ചോദിക്കാൻ ഇവർക്കറിയത്തില്ല. അപ്പം മര്യാദയ്ക്ക് ചോദിക്കാൻ അറിയാത്തവന്മാരെ പിന്നെ ആ രീതിയിൽ മാത്രമേ നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ല, അള്ളാഹു അതെ ദുഷ്കീർത്തി നേടിയവനും തന്തയില്ലാത്തവനെ വിളിച്ചത്. വുൾഫ് കേൾക്കുന്നുണ്ടോ? നിന്നെയല്ല കേട്ടോ. വലിയത് ഇബിൻ മുഗീറയെ നിന്റെ അള്ളാഹു വിളിച്ചതാണ്. ദുഷ്കീർത്തി നേടിയവനായ തന്തയില്ലാത്തവനെ, ജാരസന്തതി, ബാസ്റ്റേഡ്, നിന്റെ തുമ്പിക്കൈക്ക് ഞാൻ ഇന്ന് അടയാളം വെക്കുന്നു. വുൾഫ് വായിച്ചിട്ടുണ്ടോ അത് ഖുറാനിൽ? ഖുറാൻ 68 അധ്യായം 13 തുടങ്ങി വായിക്കുക. നിന്റെ അള്ളാഹു നിന്റെ പഴയ മുസ്ലിമിനെ ഒരാളെ വിളിച്ചതാണ്. തന്തയില്ലാത്തവനെ, നിന്റെ തുമ്പിക്കൈക്ക് ഞാൻ ഇന്ന് അടയാളം വെക്കുന്നു. പോയി വായിക്കും. അതിനകത്ത് ആ പുള്ളി പിന്നത്തേതിൽ ഇസ്ലാം സ്വീകരിച്ചില്ലേ? അങ്ങനെ ഏതാണ്ടുണ്ട് കേട്ടോ. ഈ അള്ളാഹു തെറി വിളിച്ച ഒരു വ്യക്തി പിന്നത്തേതിൽ ഇസ്ലാം സ്വീകരിക്കുന്നുമുണ്ട്. എന്നിട്ടും ഈ വിവരദോഷികൾ ഇന്നും പുള്ളിയെ തെറി വിളിച്ചുകൊണ്ട് ഇന്നും ഇവരായത്ത് ഓതുന്നുണ്ട്. മറ്റേ അബൂലഹബ് ഇസ്ലാം സ്വീകരിച്ചില്ല. അബൂലഹബിനെ പിന്നെ ഇവർ തീരുമാനമാക്കുന്നതൊക്കെ ഉണ്ട്. പക്ഷേ വേറൊരു വ്യക്തിയെ പറ്റി അള്ളാഹു പറയുന്നത്, അള്ളാഹു അവനെ തെറി വിളിച്ചിട്ട് ബാക്കി പിന്നത്തേതിൽ പുള്ളി ഇസ്ലാം സ്വീകരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. വലിയ ദിബിൻ മുഖേറയായിരിക്കും. അതെ അതെ അതെ, വലിദ് ബിൻ മുഗീറ എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നത്തേത് പുള്ളി ഇസ്ലാം സ്വീകരിച്ചു. പുള്ളി ഇസ്ലാമിലേക്ക് പിന്നത്തേത് കടന്നു വന്നായിരുന്നു. പേടിച്ച് പുള്ളിയെ കൊന്നുകളയും, വീട്ടുകാരെ എടുത്തുകൊണ്ട് പോകും, സ്ത്രീകളെ എല്ലാം ഇവന്മാര് ബലാത്സംഗം ചെയ്യും എന്നൊക്കെ അറിഞ്ഞിട്ട് പുള്ളി പിന്നത്തേതിൽ ഇസ്ലാം സ്വീകരിച്ചൊരു വ്യക്തിയാണ്. അങ്ങനെ നമ്മുടെ വൂൾഫ് ഒരു സത്യം പറഞ്ഞു കേട്ടോ. അതായത് തന്തയില്ലാത്ത ജനിച്ച ഒരാളെ സമൂഹത്തിന് അറിയാമെന്ന്. അത് ഞങ്ങൾക്കറിയാം, ഞങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക. 1600 വർഷം മുമ്പിട്ട് കുന്നിൻ ചെരുവിലെ സൗദി അറേബ്യയിൽ ഒരാൾ ജനിച്ചായിരുന്നു. എല്ലാം ഗോളടിക്കുക. അതെ 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 സെൽഫ് ഗോളാ. അതെ. അന്ന് ഒരല്പം മര്യാദ ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇവന്റെ തന്ത ഇതന്ന് ഒന്ന് എഴുതി വെക്കായിരുന്നല്ലോ. ആർക്കും തോന്നില്ലെന്ന് എഴുതി വെക്കാൻ. ഖുറാനിൽ ബാക്കി കുറെ പേരുടെ പേര് എഴുതിയിട്ടുണ്ട്. ഈ മുഹമ്മദിന്റെ അപ്പൻ ആരെന്നോ അമ്മയാരെന്നോ ജനിച്ച സ്ഥലം എവിടെയാണെന്നോ ഖുറാനിൽ എഴുതാൻ തള്ളാഹു മറന്നുപോയി. അത് കറക്റ്റാണ്. ആരാണ്ടൊക്കെ മുലയൂട്ടിന്ന് പറയുന്നുണ്ട്. മനസ്സിലായോ? വന്നവനും പോയവനും വാടകയ്ക്കും പൈസ കൊടുത്തൊക്കെ മുലയൂട്ടിച്ചായിട്ടുണ്ട്. പക്ഷെ സ്വന്തം അപ്പന്റെ പേര് എങ്ങും എഴുതി വെച്ചിട്ടില്ല. വുൾഫെ, എന്തൊരു നാണക്കേടാണ് വുൾഫെ. സ്വന്തം പ്രവാചകനെ പറ്റി ഇങ്ങനൊക്കെ കാര്യങ്ങൾ ഇവർ പറയുന്നത് സത്യമാണോ? വുൾഫെ, മുഹമ്മദിന്റെ അപ്പന്റെ പേര് പോലും എഴുതി വെക്കാൻ മറന്നുപോയ അള്ളാഹു, 5 നേരത്തെ നിസ്കാരം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ മറന്നുപോയ അള്ളാഹു, നിങ്ങൾക്ക് ചേലാകർമ്മം ചെയ്യണം, സുന്നത്ത് ചെയ്യണം, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും സുന്നത്ത് ചെയ്യണം. പുരുഷന്മാർക്ക് മാത്രമല്ല കേട്ടോ, സ്ത്രീകൾക്കും ചേലാകർമ്മം ചെയ്യണം എന്ന് പറഞ്ഞു വെക്കാൻ മറന്നുപോയ ഒരു അറബി ദേവനെ നമുക്ക് കാണാൻ പറ്റും. എന്തൊരു ഗതികേടാണ് ഇത് വുൾഫെ. അള്ളാഹു എന്തൊക്കെ മറന്നു? അള്ളാഹു മറന്നത് മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. പക്ഷെ മുഹമ്മദിന് പെണ്ണു കൂട്ടിക്കൊടുക്കാൻ അള്ളാഹു ഒരിക്കലും മറന്നിട്ടില്ല. അപ്പൊ ആയത്തുകൾ ഇറക്കുന്നു. ഓ മുഹമ്മദേ, നീ എന്തിന് നിന്റെ പത്നിമാരുടെ പ്രീതി തേടിക്കൊണ്ട് നിനക്ക് നാം അനുവദിച്ചു തന്ന ബ്രാക്കറ്റിൽ വ്യഭിചാരം, ബ്രാക്കറ്റ് ക്ലോസ്, നീ എന്തിന് നിഷിദ്ധമാക്കിയിരിക്കുന്നു? അള്ളാഹു ചോദിക്കുക, നീ ശബദമാക്കിയെടുത്തതിനെ ഞാൻ നിനക്ക് നിയമമാക്കി തന്നിരിക്കുന്നു. ഇതിനൊക്കെ വളരെ പെട്ടെന്ന് ആയത്തിറക്കി. അതുപോലെ മുഹമ്മദ് പറയാൻ നാണമുള്ള കാര്യങ്ങൾ അള്ളാഹു നേരിട്ട് പറയുന്നുണ്ട്. അതെ, സൈനബ കല്യാണം കഴിഞ്ഞ രാത്രിയിൽ സൈനബയുമായി വീട് കൂടാൻ അള്ളാഹു താല ഇയാൾക്ക് അവസരമൊരുക്കി കൊടുത്തപ്പോൾ തിരുനബി സല്ലല്ലാഹു സലബലാതി ശാപ്പാടെല്ലാം കഴിഞ്ഞ് സഹാബികൾ പിരിഞ്ഞു പോകുമെന്ന് കണക്കൂട്ടി കസേരയിൽ നിന്ന് എഴുന്നേൽക്കുന്നു, ഇരിക്കുന്നു, എഴുന്നേൽക്കുന്നു, ഇരിക്കുന്നു, ഇരിക്കുന്നു, എഴുന്നേൽക്കുന്നു. സഹാബികൾക്കാകട്ടെ ഇത് മനസ്സിലാകുന്നില്ല. അവർ ഇരുന്ന് വർത്തമാനം പറഞ്ഞ് നബിയെ മുഷിപ്പിക്കുന്നു. അപ്പോൾ ആയത്ത് വന്നു, വല്ലവനും
നബിയുടെ വീട്ടിൽ ഭക്ഷണത്തിനായി ചെന്നാൽ നിങ്ങൾ ഭക്ഷണം പാകമാകുന്നതുവരെ അവിടെ വായിൽ വെള്ളം വലിപ്പിച്ചു നോക്കി നിൽക്കുന്നവരാകരുത്. വല്ലവനും നബിയുടെ പത്നിമാരുമായി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഉടനെ ഇറങ്ങിപ്പോയിക്കൊള്ളണം. വല്ലവനും നബിയുടെ ഭാര്യമാരുമായി സംസാരിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഒരു മറയ്ക്കുള്ളിൽ നിന്ന് വേണം സംസാരിക്കാൻ. അതാണ് നിങ്ങളുടെയും അവരുടെയും ഹൃദയങ്ങൾക്ക് നല്ലത്. ഈ കാര്യങ്ങളെല്ലാം പറയാൻ നബിക്ക് ലജ്ജയുണ്ട്. പക്ഷെ സത്യത്തിന്റെ കാര്യത്തിൽ അല്ലാഹു തആല ഒട്ടും ലജ്ജയില്ലാത്തവനാണ്. കേട്ടോ ഉൾഫെ? ഇതാണ് നിന്റെ ലാഹിദേവന്റെ കൈപ്പണികൾ, കൈക്രിയകൾ, വികൃതികൾ. മുഹമ്മദിന്റെ ആവശ്യം നടത്താൻ റൂം ബോയ്, ബെൽ ബോയ് എന്നൊക്കെ പറയും ഹോട്ടലുകളിൽ. റൂം ബോയ്, ബെൽ ബോയ് ആയിട്ട് നടക്കുകയാണ് ലാഹിദേവൻ. ആയത്ത് വേണോ ആയത്ത്? നമ്മുടെ ആരാണ് ഇവിടെ ചാക്കോ പാസ്റ്റ് പറഞ്ഞ പോലെയാണ്. അമ്മി കൊത്താനുണ്ടോ അമ്മി എന്ന് ചോദിച്ച് നടക്കുന്ന മാതിരി ആയത്ത് വേണോ ആയത്ത്. മുഹമ്മദേ നിനക്ക് ആയത്ത് എപ്പോഴാണ് വേണ്ടിയത്? ആയത്തുകൾ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുകയല്ലേ ലൗഫൽ മൗഫൂസ്. അത് അത് മാത്രമല്ല, ഊതാൻ വരെ ആളിനെ വിട്ടു, ഊതാൻ വരെ. ഏഹ് അതിന് വരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അപ്പന്റെ പേര് എഴുതാൻ മറന്നുപോയി. അപ്പന്റെയും ഇല്ല അമ്മയുടെയും പേരില്ലല്ലോ ഇയാളുടെ. ഉണ്ടോ? മുഹമ്മദിന്റെ അപ്പന്റെ പേരും അമ്മയുടെ പേരും ഖുറാനിലില്ല. ആമിനാന്നില്ലല്ലോ. ഉണ്ടോ? ഞാൻ കേട്ടിട്ടില്ല. ഇല്ല ഇല്ല, ഒരു സ്ത്രീയുടെ പോലും പേരില്ല. ഒരൊറ്റ സ്ത്രീയുടെ പേര് മാത്രമേ ഉള്ളൂ. ഇമ്രാന്റെ മകളായ മിറിയം ബീവി, ഹാറൂന്റെയും മൂസയുടെയും സഹോദരിയായി അള്ളാഹുവിൻ്റെ ഗേൾ ഫ്രണ്ട് എന്ന് പറയപ്പെടുന്ന, അല്ലെങ്കിൽ അള്ളാഹു ഫർജിലൂതി കൊച്ചിനെ ഉണ്ടാക്കിയ ആ സ്ത്രീയെ പറ്റി മാത്രം പറയുന്നുണ്ട്. മുഹമ്മദ് വേറെ ഒരു സ്ത്രീയെ പറ്റിയും പറയുന്നില്ല. മുഹമ്മദിന്റെ അപ്പൻ കാട്ടുപനയെന്നെങ്ങാണ്ടല്ലേ പറയുന്നത്? അങ്ങനെ കു- കണ്ടില്ലേ ഒരു കുന്നിൻ കാട്ടുപനയെന്നെങ്ങാണ്ട്? ചെരുവിലെ കുപ്പക്കുന്നിൻ ചെരുവിലെ ഈന്തപ്പന എന്നറിയപ്പെടുന്ന മുഹമ്മദ്. ഇത് കുപ്പക്കുന്നിൻ ചെരുവിലെ ഈന്തപ്പന എന്ന് ചുമ്മാതല്ല കേട്ടോ. ഇത് ആക്ച്വലി കറക്റ്റായിട്ടുള്ള വാര്യർ ബ്രദർ ഇത് കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞതാണ്. ഈ ഈന്തപ്പഴം തിന്നിട്ട് ഈ മുസ്ലിങ്ങൾ അല്ലെങ്കിൽ അറബികൾ എന്ത് ചെയ്യും? ഈ ഈന്തപ്പഴം തിന്നു കഴിഞ്ഞതിന് ശേഷം, ശരിക്കും പറഞ്ഞാൽ ഈന്തപ്പഴത്തിൻ്റെ തോട്ടങ്ങളുണ്ടെങ്കിൽ ആ തോട്ടത്തിന് തക്കതായിട്ട് വെള്ളമൊഴിക്കാനും അതിന് വളമിടാനും ഒക്കെ ആൾക്കാർ കാണും. അതുകൊണ്ടാണ് അങ്ങനത്തെ പനയല്ല പറഞ്ഞിരിക്കുന്നത്, കുപ്പക്കുന്നിൻ ചെരുവിലെ ഈന്തപ്പന. ഈ കുപ്പക്കുന്നിൻ ചെരുവിലെ ഈന്തപ്പന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അറബികൾ ഈ ദൂരയാത്രയൊക്കെ ഇത് പോകുമ്പം ഇവർ കുറച്ച് ഈന്തപ്പഴം എടുത്തുകൊണ്ട് പോകും. ഇവർ ഈന്തപ്പഴം എടുത്തുകൊണ്ട് പോയി ഇവർ ദൂരെ ഇങ്ങനെ ഒട്ടകത്തിൻ്റെ പുറത്ത് കയറി ഇവർ യാത്ര ചെയ്യുമ്പം ഈ ഈന്തപ്പഴം ഇവർ തിന്നും. തിന്നതിന് ശേഷം ഏതെങ്കിലും ഒരു കുപ്പ എവിടെയെങ്കിലും കൂനയായി കിടക്കുന്നതിൻ്റെ അടുത്ത് ചെന്നിട്ട് ഇവർ ടോയ്ലറ്റ് ചെയ്യും. പറഞ്ഞു മനസ്സിലായില്ലേ? കുഴി കുഴിച്ച് വെച്ച് ഇവർ ടോയ്ലറ്റ് ചെയ്യും. ടോയ്ലറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഈന്തപ്പഴത്തിൻ്റെ കൂട്ടത്തിൽ എങ്ങാനും ഏതെങ്കിലും കുരു ഈ മലത്തിൻ്റെ കൂട്ടത്തിൽ വന്നു കഴിഞ്ഞാൽ അത് എവിടെങ്കിലും പോയി അടിയും. അപ്പോൾ ഇത് കുപ്പക്കുന്നിൻ്റെ താഴെ പോയി അടിയും. ഈ ഈന്തപ്പനയുടെ അല്ലെങ്കിൽ ഈ ഈന്തപ്പഴത്തിൻ്റെ ഈ വിത്ത് ഇതിലൂടെ വളർന്ന് വലുതായി അതൊരു മരമായി തീരുക എന്നുള്ള ആശയത്തിലാണ് ശരിക്കും പറഞ്ഞാൽ മുഹമ്മദിനെ അപ്പനില്ലാതെ തന്തയില്ലാതെ ജനിച്ചവനെ എന്ന് അവിടെ ഉണ്ടായിരുന്ന ഖുറേഷികൾ മുഹമ്മദിനെ വിളിച്ചിരുന്നത്. കാരണം ആർക്കും അറിയത്തില്ല മുഹമ്മദിന്റെ അപ്പൻ ആരാ. അല്ല, അതൊരു മറ്റെല്ലാരെക്കാട്ടിലും സ്വന്തം അതൊരു നാട്ടുകാർക്കാണ്, ഭാഷപ്രയോഗം. അല്ലേ? സ്വന്തം നാട്ടുകാർക്കാണ് അത് അതൊരു കറക്റ്റ് ആയിട്ട് ഭാഷപ്രയോഗം അറിയാവുന്നത്. മാത്രമല്ല. അന്നേരം അവരത് അതെ വിളിച്ചെങ്കിൽ അതെ അതെ, അത് ഉറപ്പായിരിക്കും. ഖുറേഷികൾക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. ഈ സ്വന്തം നാട്ടുകാർ മാത്രമല്ല ജെ ബ്രദറെ, മുഹമ്മദിന്റെ കൂട്ടര് വിളിച്ചെന്നാണ്. ഖുറേഷികൾ മാത്രമല്ല, മുഹമ്മദിന്റെ സഹാബികള് മുഹമ്മദിനെ ഇങ്ങനെ വിളിച്ചിട്ടുണ്ട്. താങ്കൾ ഒരു കുപ്പക്കുന്നിന്റെ ഈന്തപ്പനെ പോലെയാണല്ലോ എന്ന് വിളിച്ചിട്ടുണ്ട്, കൂട്ടത്തിലുള്ളവർ തന്നെ. അപ്പൊ അവർക്കത് കൃത്യമായിട്ട് അറിയാം. അത് അതൊരു പ്രയോഗമല്ലേ ബ്രദറെ? അത് അതെ അതെ, പ്രയോഗമല്ലേ? കുപ്പക്കൂനെന്ന് ഉദ്ദേശിച്ചത് ഭാഷാപ്രയോഗമാണ്, കളിയാക്കി വിളിക്കുന്നതാണ്. അപ്പനാരാണെന്ന് അതല്ല. അറിയാത്ത ആമിനെ ഒരാളെ ആമിനെ അവിടെ കളിയാക്കി അവിടുത്തെ വിളിക്കുക. കുപ്പക്കൂനെ ആമിനെ അവിടുത്തെ കുപ്പക്കൂനെ എന്നല്ല അവർ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ആൾക്കാരുടെ കേൾക്കുന്നവർ, വേസ്റ്റ് കൊണ്ട് ചിന്തിക്കുന്നവർക്ക് അതിനകത്ത് ദൃഷ്ടാന്തമുണ്ട് ബ്രദറെ. നമ്മൾ അതിനകത്ത് ഒത്തിരി കാര്യങ്ങളൊന്നും ആഡ് ചെയ്യണം. ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തം ഉണ്ടെന്ന് ഖുറാൻ നാഴിക്ക് നാപ്പോട്ടം പറയുന്നുണ്ടല്ലോ, ഈ അതുകൊണ്ടാണ്. അവിടെ ആൾക്കാർക്ക് ചവറ് കൊണ്ട് നിക്ഷേപിക്കാനുള്ള സ്ഥലം എന്നല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ല ബ്രദറെ, ഈ ആമിന അവിടെ നിൽക്കുക, കാണുന്നവരൊക്കെ പോയി ഇങ്ങനെ ഞോണ്ടിയിട്ട് ഇങ്ങനെ പോകും. അതിലേതാന്ന് അറിയത്തില്ലെന്നതിന്റെ ചുരുക്കം.
ഞാന് അത് വുൾഫ് തീരുമാനിക്കട്ടെ. വുൾഫിന് വേണ്ടിയിട്ട് വുൾഫ് അള്ളാഹുവിൻ്റെ വ്യഭിചാരശാലയിലുള്ള പയ്യന്മാരെ പറ്റി, ചെറുക്കന്മാരെ പറ്റി ഒരു വിവരണം ഞാൻ പറയാം. ഞാൻ മേളിൽ അതിൻ്റെ തെളിവിട്ടിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ വ്യഭിചാരശാലയിൽ ഇവർക്ക് പയ്യന്മാരെ കിട്ടും. ഈ പയ്യന്മാരാരായിരിക്കും എന്നത് ഞാൻ തെളിവായിട്ട് മേളിലിട്ടിട്ടുണ്ട്. ഇമാം അൽ സുയൂത്തിയുടെ പുസ്തകം നവദീർ അൽ എയ്ക്ക് ഫി മറീഫ അൽ നൈക്ക് എന്ന് പറഞ്ഞാൽ ഫ്രഷ് ബ്ലൂം ഓഫ് ദ ഫോറസ്റ്റ് ഇൻ ദ നോളജ് ഓഫ്. ബാക്കി നിങ്ങൾ വായിച്ചോളൂ. നിങ്ങൾക്കത് ഇംഗ്ലീഷിനകത്ത് കിട്ടുന്നുണ്ടല്ലോ. അപ്പം ഞാനത് വായിക്കാൻ ആഗ്രഹിക്കുന്നില്ല. മീൻസ് പുസ്തകത്തിൻ്റെ ടൈറ്റിൽ ഇച്ചിരി വൃത്തികേടാണ്. ഇത് ഇമാം അൽ സുയൂത്തിയുടേതാണ്, ചില്ലറ പുസ്തകമല്ല കേട്ടോ. അൽ സുയൂത്തിയുടെ പുസ്തകമാണ്. പറയുന്നത് ഇങ്ങനെയാണ്: ഇബൻ അഖീൽ അൽ ഹൻബലി said, there arose an issue between Abu Ali ibn al-Walid al-Matzuli and Abu Yusuf al-Khwazini. ഇവർ രണ്ടുപേര്, ഈ രണ്ട് ആൾക്കാര് തമ്മിൽ എന്തോ ഒരു വാക്ക് പെശകായി, ഒരു ഡിസ്കഷൻ ഉണ്ടായി. റിഗാർഡിംഗ് ദ പെർമിസിബിലിറ്റി ഓഫ് ഹാവിങ് സെക്സ് വിത്ത് ദ ബോയ്സ് ഇൻ ജന്ന. ഈ ജന്നത്തിലുള്ള പയ്യന്മാരുടെ കൂട്ടത്തിൽ ലൈംഗിക ബന്ധം ചെയ്യാമോ എന്നുള്ള വിഷയത്തിൽ ഇവർക്ക് ഭയങ്കര ഒരു വാക്തർക്കമുണ്ടായി. ഇവന്മാരുടെ തർക്കങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഈ മുസ്ലിങ്ങൾ ഇവന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുന്ന വിഷയം ദൈവികതയോ ആത്മീകതയോ ദൈവത്തോടുള്ള അടുപ്പമോ അല്ലെങ്കിൽ ദൈവത്തെ സ്തുതിക്കുകയോ ഇതൊന്നും അല്ല ഇവരുടെ വിഷയം. ഇവരുടെ വിഷയം എന്ന് പറയുന്നത് മുസ്ലിം പുരുഷന്മാർക്ക് ജന്നത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ അള്ളാഹു തരുന്ന ഈ ബാലന്മാരുടെ കൂട്ടത്തിൽ ലൈംഗിക ബന്ധം ചെയ്യാമോ എന്നാണ് ഇവരുടെ. ഹൂറിമാരുടെ കൂട്ടത്തിൽ ഇവർ ഒരു ദിവസം 100 ഹൂറിമാരുടെ കൂട്ടത്തിൽ ബന്ധം സ്ഥാപിക്കുമെന്ന് നമ്മൾ ഈ റൂമിൽ തന്നെ ഇതിനു മുൻപേയും കാണിച്ചിട്ടുണ്ട്. പുരുഷന്മാരുടെ ഈ ചെറുക്കന്മാരുടെ കൂട്ടത്തിൽ ഇവന്മാർക്ക് ഡിങ്കോൾഫി ചെയ്യാൻ പറ്റുമോ എന്നാണ് അടുത്തത് ഇവരുടെ ചോദ്യം. ഓക്കെ, അപ്പോൾ ഇബിൻ അൽ വലീദ് said, it is not prohibited for this to be part of all the delight of Jannah. ജന്നത്തിലെ എല്ലാ സുഖങ്ങളിലും ഇതിനെ വിലക്കപ്പെട്ടിട്ടില്ല. പറഞ്ഞ മനസ്സിലായില്ലേ? എങ്ങനെ ജന്നത്തിൽ ചൊല്ലുമ്പോൾ ആൽക്കഹോൾ പ്രൊഹിബിറ്റഡ് അല്ലാത്തതുപോലെ, കാരണം അള്ളാഹുവിൻ്റെ വ്യഭിചാരശാലയിൽ ചൊല്ലുമ്പോൾ ആൽക്കഹോളിൻ്റെ നദികളാണ്, മദ്യത്തിൻ്റെ നദികൾ കൊടുക്കുന്നത് പോലെ ഇവിടെ വിലക്കിയിരിക്കുന്ന സാധനങ്ങൾ അവിടെ പ്രൊഹിബിറ്റഡ് അല്ല. It is not prohibited for this to be part of all the delight of Jannah, and there is no longer any source of corruption. അതിനകത്ത് കറപ്ഷൻ്റെ ഒരു സാധ്യതയുമില്ല. എങ്ങനെയുണ്ട്? For if one is prohibited from it in this world, as it cuts off posterity and gives occasion to harm, this is absent in Jannah. ഇവിടെ ഒരാളെ ഈ വിഷയത്തിൽ അവനെ ഇതിൽ വിലക്കുണ്ടെങ്കിൽ കാരണം എന്തുവാ? ഒന്ന്, അവന് ആസ് ഇറ്റ് കട്ട് ഓഫ് പോസ്റ്റെറിറ്റി ആൻഡ് ഗിവ് ഒക്കേഷൻ ടു ഹാം, അവന് ഏതെങ്കിലും ഒരു ഹാം ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ ജന്നത്തിൽ അതിനെ വിലക്കില്ല. നോ, ദർ ഇസ് നോ വിലക്ക്. ദിസ് ഈസ് വൈ ഫെർമെൻറ്റഡ് ഡ്രിങ്ക് ഈസ് ഇനി പെർമനൻറ്റ് ഡ്രിങ്കിൻ്റെ എക്സാമ്പിൾ കാണിച്ചുകൊണ്ടാണ് ഈ ജന്നത്തിൻ്റെ ബോയ്സിൻ്റെ കൂട്ടത്തിൽ ഇവർക്ക് ബന്ധം സ്ഥാപിക്കാമെന്ന് തെളിയിക്കുന്നത്. ദിസ് ഈസ് വൈ ഫെർമെൻറ്റഡ് ഡ്രിങ്ക് ഈസ് പെർമിറ്റഡ് സിൻസ് ദർ ഈസ് നോ ഡ്രങ്കൻനെസ് ഇൻ ഇറ്റ്. അള്ളാഹുവിൻ്റെ വ്യഭിചാരശാലയിൽ ചെല്ലുമ്പോൾ ഇവർക്ക് കള്ള് കുടിച്ചു കഴിയുമ്പോൾ തലയ്ക്ക് മത്ത് പിടിക്കാത്തത് കൊണ്ട് അത് പെർമിസിബിളാണ്. ഓക്കെ, സിൻസ് ദർ ഈസ് നോ ഡ്രങ്കൻനെസ്, മത്ത് പിടിക്കുന്നില്ല. നോർ എക്സസീവ് റെവൽറി നോർ ലോസ് ഓഫ് ഗുഡ് സെൻസ്. ഓക്കെ, അന്യോന്യം ഒരു റൈവൽറി ഉണ്ടാകുന്നില്ല, അതുപോലെ തന്നെ അവൻ്റെ സെൻസറി ഇതും വർക്ക് ചെയ്യാതിരിക്കുന്നില്ല ഈ മദ്യം കുടിച്ചാൽ. ദെയർഫോർ ഫൈൻഡിങ് ഡിലൈറ്റ് ഇൻ ഇറ്റ് എന്ന് പറഞ്ഞ ബ്രാക്കറ്റിൽ ഇന്റർകോഴ്സ് സെക്സ് വിത്ത് ബോയ്സ് ഈസ് നോട്ട് പ്രൊഹിബിറ്റഡ്. അത് വിലക്കിയിരിക്കുന്നില്ല അള്ളാഹുവിൻ്റെ വ്യഭിചാരശാലയിൽ. ഏതെങ്കിലും മുസൽമാൻ ഉണ്ടോ സ്കൈയെ പോലെ, മറ്റേ നമ്മുടെ ഈ വുൾഫിനെ പോലെയുള്ള ഏതെങ്കിലും മുസൽമാന്മാരുണ്ടോ? വുൾഫെ,
ആഗ്രഹിക്കുന്നുണ്ടോ അള്ളാഹുവിൻ്റെ വ്യഭിചാരശാലയിൽ ചെല്ലുമ്പോൾ ബാലന്മാരുടെ കൂട്ടത്തിൽ? കാരണം നിങ്ങൾക്ക് അള്ളാഹു ഈ തരുന്ന ബാലന്മാർ അവർ ഇതിനു വേണ്ടിയിട്ടുള്ളതാണ്. ഇനി അടുത്തത്, ബട്ട് അബു യൂസുഫ് സെഡ് ദ ടെൻഡൻസി ടുവേർഡ്സ് മെയിൽസ് ഈസ് എ ഫിസിക്കൽ ഡിഫക്റ്റ് ആൻഡ് ഈസ് റിപ്പങ്നന്റ് ഇൻ ആൻഡ് ഓഫ് ഇറ്റ് സെൽഫ്. അബു യൂസുഫ് പറയുന്നത് ഈ പുരുഷന്മാരുമായിട്ടുള്ള ഈ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് അതൊരു ഫിസിക്കൽ ഡിഫക്റ്റാണ്, ശരീരത്തിലുള്ള ഒരു ഡിഫക്റ്റാണ്, അത് വെറുക്കപ്പെടുന്നു, റിപ്പഗ്നൻ്റ് ആണ്. ഓക്കെ, ഫോർ ദിസ് റീസൺ ഇറ്റ് ഈസ് നോട്ട് ലോഫുള്ളി പെർമിറ്റഡ്. ലോഫുൾ ആയിട്ട് അത് പെർമിറ്റ് ചെയ്തിട്ടില്ല, അത് ഇവിടെ പെർമിറ്റ് ചെയ്തിട്ടില്ലെന്ന്. ഓക്കെ, ആസ് ഒപ്പോസ് ടു ഫെർമെൻറ്റഡ് ഡ്രിങ്ക് സിൻസ് ഇറ്റ് ഈസ് വെയർ ഫീസീസ് കംസ് ഔട്ട് ആൻഡ് ജന്ന ഈസ് ഫാർ അബവ് ഫിസിക്കൽ ഇൻഫോർമിറ്റീസ്. ജന്നത്തിൽ ഫിസിക്കൽ ഇൻഫോർമിറ്റീസ് ഒന്നും ഇല്ലല്ലോ, ബുദ്ധിമുട്ടുകൾ, അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലല്ലോ. എങ്ങനെയുണ്ട് ഇതൊരു പുസ്തകം? ഇങ്ങനെ എത്ര പുസ്തകങ്ങൾ ഇവരുടെ ഈ വിഷയത്തെ പറ്റി പറയുന്നുണ്ടെന്നറിയോ, ഈ വൃത്തികേടിനെ പറ്റി? ഒന്ന് ചിന്തിച്ച് നോക്ക്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇവർ LGBTQക്കാരാണ്, LGTVക്കാരാണ് ഇവർ. ഈ വൃത്തികേടുകളൊക്കെ ചെയ്യാനും അള്ളാഹുവിൻ്റെ വ്യഭിചാരശാലയിൽ ചെല്ലുമ്പോൾ ഈ വൃത്തികേടുകളെ ആസ്വദിക്കാനും ഒക്കെ ആഗ്രഹിക്കുന്ന എൻ്റെ പ്രിയ മുസ്ലിങ്ങൾ. എങ്ങനെയുണ്ട് കാത്തലിക് അച്ഛാ? പ്രൈസ് ദി ലോർഡ്. എന്താണ് അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് ഈ വിഷയത്തെ പറ്റി? ഇത് ഞാൻ അല്ല കേട്ടോ, ഇതിപ്പോൾ നമ്മളിത് നമ്മുടെ കയ്യിൽ നിന്ന് എടുത്തുകൊണ്ട് വരുന്നതല്ല. ഇമാം സുയൂത്തിയുടെ പുസ്തകം മേളിൽ ആ റെഫറൻസ് ഞാൻ മേളിൽ പിൻ ചെയ്തിട്ടുണ്ട്. ഇമാം സുയൂത്തിയുടെ പുസ്തകത്തിൽ നിന്നാണ് ഈ വിഷയം എടുത്തിരിക്കുന്നത്. നിങ്ങൾക്കത് മലയാളത്തിൽ തർജ്ജമ ചെയ്ത് വായിക്കാം കേട്ടോ. അള്ളാഹുവിൻ്റെ ഓരോ കോമാടികൾ. പ്രൈസലോട് ഞാനിവിടെ ഉണ്ട്. ഞാനൊരു വർക്കിലാണ്, ഞാൻ കേൾക്കുന്നുണ്ട്, ഇടയ്ക്ക് കയറിക്കോളാം. ഓക്കെ, പ്രൈസ് ദി ലോർഡ്. ഈ സെയിം വിഷയം വേറെ പല പണ്ഡിതന്മാരും പറയുന്നുണ്ട് കേട്ടോ. ഒരു പണ്ഡിതൻ അൽ ഖറായത്ത് ഐ ഇത്താല അൽ കുലുബ്, എന്തൊക്കെ പേരാണെന്ന് നോക്കിക്കോണ്. Malady of the Hearts section, the enticement of smooth beardless boys and precaution against prolonged looking at them. ഈ വിഷയത്തെ പറ്റി പറയുന്നത് ഇങ്ങനെയാണ്. സിവാർ ഇബിൻ അബ്ദുള്ള അൽ ഖാദി said, Al Asmas related to us saying, Allah Most High did not create anything finer than smooth beardless boys. അള്ളാഹു ഉണ്ടാക്കിയ സൃഷ്ടികളിൽ ഈ തലയ്ക്ക് മുഖത്ത് താടിയില്ലാത്തവരായ പയ്യന്മാരാണ് ഏറ്റവും സുന്ദരന്മാർ. ഓക്കെ, ആൻഡ് ഇഫ് ഹി ന്യൂ ഓഫ് സംതിങ് ഫൈനർ ദാൻ ദം ഹി വുഡ് അഡ്മിറ്റ് പീപ്പിൾ ഇൻ ടു ജന്ന ലുക്കിംഗ് ലൈക്ക് ദാറ്റ് ഇൻസ്റ്റെഡ്. അടുത്ത ഈ വിഷയത്തെ പറ്റി അങ്ങനെ ഇഷ്ടംപോലെ ഇവന്മാർ ഇങ്ങനത്തെ വിവരക്കേടുകളൊക്കെ പുസ്തകത്തിനകത്ത് ഇവർ എഴുതി വച്ചിട്ടുണ്ട്. കെൽഫ് ബ്രദർ ഏതാണ്ട് ഇടയ്ക്ക് പറഞ്ഞായിരുന്നല്ലോ, എന്തായിരുന്നു കെൽഫ് ബ്രദറെ പറഞ്ഞേ? അല്ല, ഞാൻ പറഞ്ഞത് ഇതൊരു ഭാഷാ പ്രയോഗമല്ലെന്ന് പറഞ്ഞത്.
കുന്നംചെരുവിലെ ഈന്തപ്പന എന്ന് വിളിച്ചത് അതെ ഭാഷാപ്രയോഗം അതെ ഈ ഏറിക്കയറ്റുക എന്നൊക്കെ കുപ്പക്കുന്നിൻ ചെരുവിലെ ഏറിക്കയറ്റുക ഈന്തപ്പന. എന്നൊക്കെ അതെ ഏറിക്കയറ്റുക എന്നൊക്കെ പറയുന്നത് പോലെ ആമിനെ ഒരു കുപ്പക്കൂനായിട്ട് സങ്കല്പിച്ചുകൊണ്ട് പറഞ്ഞായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ബേസിക്കലി അവിടുത്തെ ആൾക്കാർക്ക് ബേസിക്കലി ആമിനെ മാത്രമല്ല അതിനകത്ത് കളിയാക്കാൻ അവര് പല രീതികളിലാണ് അവര് കളിയാക്കുന്നത്. ഒന്ന് തീർച്ചയായിട്ടും അതിനകത്ത് ആമിനയുടെ പ്രയോഗമുണ്ട്. മറ്റേത് ആരോ ഏതോ ഒരു വ്യക്തി നട്ടു, ആരൊക്കെയോ വെള്ളം ഒഴിച്ചു. പ്രത്യേകിച്ച് അപ്പൻ അല്ലെങ്കിൽ ഉടമസ്ഥനില്ലാത്ത ഒരു ഈന്തപ്പന അല്ലെങ്കിൽ ഈന്തപ്പന തോട്ടത്തിൽ നിൽക്കുന്ന ഈന്തപ്പന തോട്ടത്തിൽ നിൽക്കുന്ന ഈന്തപ്പനകൾക്കൊക്കെ ഉടമസ്ഥനുണ്ട്. ഈ ഈന്തപ്പനയ്ക്ക് ഉടമസ്ഥൻ ആരാണെന്നറിയാത്ത, അപ്പൻ ആരാണെന്നറിയാത്ത ഒരു വ്യക്തിയായിരുന്നു മുഹമ്മദ് എന്നുള്ള രീതിയിലാണ് ശരിക്കും പറഞ്ഞാൽ അവർ കളിയാക്കുന്നത്. മുഹമ്മദിനെ നേരിട്ട് മുസ്ലിങ്ങൾ തന്നെയാണ് കളിയാക്കുന്നത്, നമ്മളല്ല കളിയാക്കുന്നത്. അവിടെ കൃത്യമായിട്ട് നമുക്ക് വായിക്കാം അത്. ഈ പബ്ലിക് പ്ലേസിലൊക്കെ ഇരിക്കുന്ന ഈ ചവറ്റ് ബാസ്ക്കറ്റുകൾ ഉണ്ടല്ലോ, അവിടെ കൊണ്ടിടുന്ന വേസ്റ്റ് ആർക്കുള്ളതാണെന്ന് അറിയാൻ പറ്റുമോ? മനസ്സിലായോ? അതെ 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 കേട്ടായിരുന്നോ? അതെ ആരെങ്കിലും ഒക്കെ വേസ്റ്റ് ഇടുന്നു, ആരെങ്കിലും ഒക്കെ പെറുക്കുന്നു, അപ്പൊ ആ രീതിയിൽ. ആ ഒരു ബാസ്ക്കറ്റ് ആയിരുന്നു അവിടുത്തെ ആമിന എന്നല്ലേ അവരുദ്ദേശിച്ചത്? അവര് മുഹമ്മദിന്റെ അപ്പനെയാണ് ഉദ്ദേശിച്ചെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബാക്കി അറിയത്തില്ല. കുറി ബ്രദറെ, പ്രൈസ് ലോർഡ്. അത് പിന്നെ ആമിനെ മുല കൊടുത്ത് സഹോദരനാക്കിയപ്പം പെട്ടുപോയതായിരിക്കും. ഇല്ല, മുലകടി ബന്ധമൊന്നും ആ സമയത്ത് ഇല്ല ബ്രദറെ. ആമിന കാഫിറായിരുന്നല്ലോ. മുഹമ്മദ് വന്നതിന് ശേഷം അല്ലയോ ബന്ധങ്ങളൊക്കെ ഈ ബന്ധം സ്ഥാപിക്കാൻ തുടങ്ങി. അതിനു മുൻപേ അവര് ഡീസന്റ് ആയിരുന്നു കേട്ടോ. ഇങ്ങനെ അന്യപുരുഷന്മാർക്കൊന്നും ഇങ്ങനെ വീട്ടിൽ കയറ്റി അവര് മുലകുടി ബന്ധമൊന്നും സ്ഥാപിക്കാറില്ലായിരുന്നു. കുറി ബ്രദറെ അന്ന് പിന്നെ ഒന്നും കേൾക്കുന്നില്ല. ഈസേപ്പോണക്കുള്ള ആൾക്കാരുണ്ടായിരുന്നായിരിക്കും. അന്ന് സ്പൂണിൽ കൂടെ ആയിരുന്നായിരിക്കും. പിന്നെ മുല കുറി ബ്രദറെ ഒന്നും കേൾക്കുന്നില്ല കേട്ടോ. മൈക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നും ശബ്ദമൊന്നും വരുന്നില്ല ഇങ്ങോട്ട്. ശബ്ദമില്ല. സാം ബ്രദർ എന്തോ പറയാമെന്നേ? സാം PM. കേക്കുന്നു. ഒന്നുമില്ല, ഒന്നും പറയണ്ട. എന്താ പറയണ്ടേ? എന്താ പറയുന്നത്? ഞാനിപ്പോ കണ്ടുവന്നേക്കുന്ന ഒരു റോൾ മോഡൽ എന്ന് പറഞ്ഞാൽ, ഇസ്ലാമിലെ ഒരു റോൾ മോഡൽ എന്ന് പറയുന്ന വ്യക്തി എന്ന് പറയുന്നത് നമ്മുടെ കേരളാണ്. പിന്നെ അതിനകത്ത് എനിക്ക് വേറെ കാര്യമൊന്നുമില്ല. നമ്മുടെ കുറി ബ്രദറെ ശബ്ദം ഇല്ലല്ലോ, എന്താ പറ്റിയേ? മൈക്കിന് ഇഷ്യൂ ഉണ്ടോ? കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കേട്ടോ? ഇപ്പൊ കേക്കാം. ഈ ആയിഷ ഒരു ഹദീസ് പറയുന്നുണ്ടല്ലോ അവിടെ, ഈ മുഹമ്മദിന് മുമ്പ് ഉണ്ടായിരുന്ന വിവാഹത്തെ പറ്റി. അപ്പൊ ആ വിവാഹത്തില് ഈ ഒരുപാട് ഉണ്ട്. പുരുഷന്മാരുമായിട്ട് ബന്ധപ്പെട്ട് അപ്പൊ അതും ഈ ബാസ്ക്കറ്റും തമ്മിൽ ഒരു ചേർച്ചയല്ലേ? അതെ. ആ രീതിയിൽ നോക്കിയാൽ അങ്ങനെ ചേർച്ച വരാൻ സാധ്യതയുണ്ട്. ആയിഷ ഈ പ്രീ ഇസ്ലാമിക് ടൈമിലുള്ള പലതരത്തിലുള്ള നിക്കാഹുകളെ പറ്റി സംസാരിക്കുമ്പോൾ അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ പലതരത്തിലുള്ള ബന്ധങ്ങൾ അവർ സ്ഥാപിക്കുന്നുണ്ട്. അങ്ങനെ നോക്കിയാൽ നാട്ടുകാർ ആ രീതിയിൽ കണ്ടിരുന്നു എന്ന് മനസ്സിലാക്കാം നമുക്ക്. പ്രൈസ് ലോർഡ് നസീം ബ്രദറെ. പ്രൈസ് ലോർഡ് കുറി ബ്രദറെ. ഗുഡ് മോർണിംഗ്, ഗുഡ് ഈവനിങ്. എല്ലാവർക്കും നമസ്കാരം. ഞാനിവിടെ, ഞങ്ങൾക്ക് ഇന്ന് കിങ്ങിന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് പബ്ലിക് ഹോളിഡേ. ഞാനിവിടെ യൂണിവേഴ്സിറ്റി പഠിക്കുന്ന നമ്മുടെ ചർച്ചിൽ വരുന്ന കുറേ പിള്ളേരുണ്ട്, കൊച്ചു യങ്സ്റ്റേഴ്സ്. അവരെ ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ട് വീട്ടിലോട്ട്. അപ്പോൾ അവർക്ക് പാനിപ്പൂരി ഉണ്ടാക്കി കൊടുക്കാനുള്ള പരിപാടിയിലാണ്. അറിയാവോ എങ്ങനെയാണെന്നറിയാവോ പാനിപ്പൂരിക്ക്? ഉണ്ടാക്കൂ. പാനിപൂരി ഉണ്ടാക്കൂ. യാ സൂചിയുടെയും മറ്റേ സൂചിയും അല്ല, മറ്റേതും അതിനകത്ത് ഉണ്ടല്ലോ. മിക്സ്, അതിനകത്ത് ഫില്ല് ചെയ്യുന്ന സാധനം. ഫില്ല് ചെയ്യുന്നത് സിമ്പിളാണ് ബ്രദറെ. ഇച്ചിരി ആംചൂറും ഇച്ചിരി നമ്മുടെ ഈ ചാട്ട് മസാല ഇല്ലേ, അത് മേടിച്ചിട്ട് ആലു ഇച്ചിരി ഒന്ന് ബോയിൽ ചെയ്ത് സ്മാഷ് ചെയ്തിട്ട് അതിനകത്ത് ഇച്ചിരി കടലയും ബോയിൽ ചെയ്ത് സ്മാഷ് ചെയ്തിട്ട് അതിനകത്ത് മിക്സ് ചെയ്യുക. എന്നിട്ട് ഉള്ളിയും ടൊമാറ്ററും കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതിനകത്ത് മിക്സ് ചെയ്താൽ അതിൻ്റെ മിക്സ് ആകും. താങ്ക് യു വെരി മച്ച്. അത്രേ ഉള്ളൂ കാര്യം. ഞാനിങ്ങനെ
ഗൂഗിൾ ചെയ്തോണ്ടിരിക്കുകയാണ്. ഓ, അതിനകത്ത് ഗൂഗിൾ ഓക്കെ, ചെയ്യാനൊന്നുമില്ല ബ്രദറെ. ദാറ്റ്സ് എ സിമ്പിൾ. ഒന്നുമില്ല. ഓക്കെ ഓക്കെ ഓക്കെ. അതിനുള്ള ആ ഇത് ഞാൻ മേടിച്ചിട്ടുണ്ട്, എൻ്റെ തൊഴിക്കുന്ന സാധനം. എനിവേ, നല്ല രസമുണ്ട് ഇവന്മാരുടെ കാര്യം. അതായത് ഇവർ ഈ പുതുപാപം നിരൂപിക്കുന്നവർ എന്നും പറഞ്ഞ് ബൈബിളിലൊരു ഭാഗത്ത് പറയുന്നുണ്ട്. എങ്ങനെ ഒരു പുതിയ വൈകൃതമായിട്ട് എന്ത് ചെയ്യാമെന്ന് അന്വേഷിച്ച് നടക്കുന്നവന്മാരാണ് അവന്മാരെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്ത് വൈകൃതമായിട്ട് നോർമൽ എന്താ പറയുന്നത്, സ്വാഭാവിക ലൈംഗികത വിട്ടിട്ട് എത്ര അസ്വാഭാവികമായിട്ട് എന്തൊക്കെ ചെയ്യാം. ഇന്നോവേറ്റീവ് പാപങ്ങൾ, ഇന്നോവേറ്റീവ് ആയിട്ട് ഇന്നോവേഷൻ, ക്രിയേറ്റീവ് തരത്തിലുള്ള പാപങ്ങൾ. അത് തന്നെ, അതാണ് ഇവന്മാരുടെ പരിപാടി. എന്ത് അതല്ലേ ചെയ്യുമെന്നുള്ള അതിൽ ലോകത്തിൽ. കണ്ടുപിടിച്ചതാണ് സാറേ ഈ മലദ്വാർ ഗോൾഡും ഒക്കെ കൊണ്ടുവരുന്നത്, ഗർഭപാത്രത്തിൽ കൊണ്ടുവരിക ഗോൾഡ് അങ്ങനെ കൊണ്ടുവരുന്നത് അതിൽ കണ്ടുപിടിച്ചതാ, പുതിയ അത് കണ്ടുപിടുത്തം. തന്നെ ഇവര് സമ്മതിച്ചു കൊടുക്കണം ഈ പുള്ളിയെ. അപ്പൊ ഇവന്മാര് രോമമില്ലാത്ത ആൺപിള്ളേര് ഇവരെ കാണുന്നതൊക്കെയാണ്. അപ്പൊ ഇത് ഇവരുടെ ഒരു ശാപം തന്നെയാണ്. ഈ കോഴിക്കോട് ഭാഗത്തൊക്കെ നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പൊ ഇതൊരു വൈകൃതമായ എല്ലാ അർത്ഥത്തിലും ഇവരെ ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പുസ്തകമാണെന്നുള്ളതാണ് ഇവരുടെ പുസ്തകങ്ങൾ. അതാണ് ഇതിൻ്റെ അകത്തെ രസം. എനിവേ, ഞാൻ ബൈബിളിലെ ചില ഭാഗങ്ങൾ ഇങ്ങനെ ഓർക്കുകയായിരുന്നു ഇത് കേട്ടപ്പോൾ. ഈ സ്വാഭാവിക ആണുങ്ങൾ സ്വാഭാവിക ലൈംഗികത വിട്ട് വൈകൃതമായത് ചെയ്യുന്നെന്ന് പറയുന്ന ഭാഗം കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നുണ്ടല്ലോ. അപ്പോൾ ആ ഭയങ്കര തന്നെ ഇത് നമുക്ക് അംഗീകരിക്കാൻ ഒക്കുന്ന ഇവരുടെ തന്നെ ചിന്തിക്കുന്ന പിള്ളേർക്ക്, ചെറുപ്പക്കാർക്കും അല്പം വിവേകവും വിവരവും ഒക്കെ ഉള്ളവന്മാർ ഇതിനെയൊന്നും അംഗീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മനുഷ്യൻ ദൈവം ലൈംഗികതയും സ്ത്രീയെയും പുരുഷനെയും ഒക്കെ സൃഷ്ടിച്ചതിന് ദൈവത്തിന് പവിത്രമായ ലക്ഷ്യങ്ങളുണ്ട്. അപ്പം അതൊക്കെ തിരിച്ചറിയാതെ പേന അത് ഉണ്ടാക്കിയതിന് ക്രിയേറ്ററിന് അതിനെക്കുറിച്ചൊരു ലക്ഷ്യമുണ്ട്. ക്രിയേറ്റർ അത് ഉണ്ടാക്കിയത് എഴുതാൻ സാറേ ഇതിനകത്തുള്ള പിള്ളേരൊക്കെ നിൽക്കുന്നത് കറക്റ്റായിട്ട് പേടിച്ചിട്ട്, തല പോകുമോ കൈ പോകുമോ എന്ന് പേടിച്ചിട്ട്. അല്ലാതെ അവർക്ക് ഇപ്പൊ എല്ലാം മനസ്സിലായിട്ടുണ്ട്. ഈ തർജ്ജിമയും കാര്യങ്ങളെല്ലാം വന്നതിന് ശേഷം അവരുടെ ആ പിന്നെ ചുറ്റുപാടിൽ നിന്ന് പുറത്തു പോകാൻ വയ്യാത്തതുകൊണ്ട് ഇങ്ങനെ അഭിനയിച്ച് നടക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഒരു 90% ഈ ചെറുപ്പക്കാർ പിള്ളേരും. ശരിയാണ്, വാസ്തവാണത്. തന്നെ. അപ്പം ഈ മനുഷ്യന് ഈ യാക്കോബിന്റെ ലേഖനം, അബ്രഹാം ദൈവം പറഞ്ഞതുപോലെ നടന്നു. യാക്കോബ് 3 തലമുറ കഴിഞ്ഞപ്പോഴത്തേക്ക് യാക്കോബ് അങ്ങോട്ട് പ്ലാൻ വെച്ചു കൊടുത്തു. ഞാൻ അവിടെ പോയിട്ടൊരു കല്ല് വെച്ചു പറഞ്ഞു, ഞാൻ ഇവിടെ പോയിട്ട് തിരിച്ചു വരുമ്പം ലാബാന്റെ ഭവനത്തിൽ പോയി തിരിച്ച് സൗഖ്യത്തോടെ വരികയാണെങ്കിൽ, അപ്പം അങ്ങോട്ട് ഈ പ്ലാൻ വെച്ചു കൊടുക്കുന്ന തലമുറകൾ കഴിയുമ്പോഴത്തേന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. നമ്മളെ ദൈവം സൃഷ്ടിച്ചതിന് ദൈവത്തിനൊരു ലക്ഷ്യമുണ്ട്. അത് പലപ്പോഴും മനസ്സിലാക്കാതെ നമ്മളുടെ ലക്ഷ്യങ്ങളും നമ്മളുടെ ഉദ്ദേശങ്ങളൊക്കെ പ്ലാനുകളൊക്കെ ദൈവത്തിന് പറഞ്ഞു കൊടുക്കുന്ന ഒരു അവസ്ഥ നമ്മളിലും ഉണ്ടാകാറുണ്ട്. ഞാനത് ഈ സന്ദർഭത്തിൽ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. ഇവന്മാർ ദൈവിക ലക്ഷ്യങ്ങളെ ഒന്നും പരിഗണിക്കാതെ അതെല്ലാം കടന്ന് വൈകൃതമായ കാര്യങ്ങൾ, അതിലും നോർമൽ ഇതെല്ലാം വിട്ടുപോയി അതിൻ്റെ അങ്ങപ്പുറത്ത് വൈകൃതമായ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ് ഇസ്ലാമിനെ സംബന്ധിച്ചുള്ള വലിയ ഒരു കാര്യം, വലിയ പാപം. ഇവന്മാരെ നമുക്കെന്നല്ല, അവർ തന്നെ അംഗീകരിക്കത്തില്ല, അവരുടെ ചെറുപ്പക്കാർ തന്നെ അംഗീകരിക്കത്തില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ചിന്ത. എനിവേ, ഇവരിൽ അനുഭവിക്കുന്നത് സ്ത്രീകളാണ്. ഈ എന്ത് കാണിച്ചാലും ഈ സ്ത്രീകളെ ഇവന്മാർ ഈ കാണിക്കുന്നതൊക്കെ ഇതിനകത്ത് തന്നെ പറയുന്നില്ലേ. അപ്പം ഇതെല്ലാം നോർമൽ. ദൈവത്തിൻ്റെ ആ ലക്ഷ്യം എന്താണ് ഇതുകൊണ്ട്? ദൈവം നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി ലോകത്തിൽ നിറയുവിൻ എന്ന് പറഞ്ഞ് പുരുഷൻ ഏകനായിരിക്കുന്ന അന്നല്ല എന്ന് ദൈവം കണ്ടിട്ട് അവനൊരു സ്ത്രീയെ ഉണ്ടാക്കി കൊടുക്കുകയാണ്. അങ്ങനെയാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത്. പുരുഷൻ ഏകനായിരിക്കും ദൈവം നല്ലതല്ലെന്ന് കണ്ട ഒരു കാര്യമാണത്. ദൈവം നല്ലതല്ലെന്ന് കണ്ടു, പുരുഷൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല, ഇഗ്നോർ ചെയ്യുക. പക്ഷേ ഇത് നോർമൽ മനുഷ്യർ തന്നെ ഇങ്ങനെ വൈകൃതങ്ങൾ തേടി പോകുന്നതാണ് അതിശയം. എനിവേ, താങ്ക് യു.
കുറിബദറെ, നസീം ബദറെ, പ്രൈസ് ലോഡ്. കത്തോലിക്ക ബദറെ. എല്ലാവർക്കും പ്രൈസ്. അതായത് ഈ ദൈവം ചെയ്യരുതെന്ന് വ്യക്തമായി പറയുക മാത്രമല്ല, ഒരു 2 ദേശങ്ങളെ നശിപ്പിച്ച സ്ഥലത്ത് ഈ പ്രവൃത്തി കൊണ്ടാണ് ആ ദേശങ്ങളെ നശിപ്പിച്ചത്, സൊദോം ഗൊമോറ. ആ പ്രവൃത്തി തന്നെയാണ് അവരെ കൊണ്ട് ചെയ്യിക്കുന്നത്. സൊദോം ഗൊമോറ നശിക്കാൻ കാരണമായി തീർന്നത് ഈ പ്രവൃത്തി, ഈ അവലക്ഷണം പ്രവർത്തിക്കുന്നത്. ഇന്ന് ലോകം ഒട്ടുക്കും ഇത് വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഉറപ്പല്ലേ ദൈവം ഈ ലോകത്തെ നശിപ്പിക്കുമെന്ന് പറഞ്ഞത്? ഉറപ്പ് തന്നെയല്ലേ? ഇത് സംഭവിക്കാൻ പോകുന്നത് അതാ. യവന്മാര് മാത്രം ചെയ്ത് ഇതും ചെയ്ത് ഇങ്ങനെ പരത്തിക്കൊണ്ട് നടക്കുക. എന്നിട്ട് ഭയങ്കര എന്തുവാ സത്യവിശ്വാസികൾ, സത്യനിഷേധികള് ബാക്കിയുള്ളവർ. എന്റെ പ്രിയ ഇസ്ലാം കൂട്ടുകാരും ഇന്ന് വരുന്നില്ലയോ? എനിക്ക് തോന്നുന്നു ഇവര് ബാക്ക് എൻഡിൽ ഒരു തീരുമാനം എടുത്തേക്കുക, നമുക്ക് ക്ലബ് ഹൗസ് വിടാം, ഇസ്ലാം തകരുന്നു, ഇനി അധികം നാൾ ഇവിടെ പിടിച്ചു നിൽക്കാൻ ഒക്കത്തില്ല, അതുകൊണ്ട് പെട്ടെന്ന് അവരവരുടെ വീടുകളിൽ എത്തുക ഫത്വ ഇറക്കിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അത് അവരുടെ മകലുകളിൽ തന്നെ ഇറക്കിയിരിക്കുന്നെന്നാ തോന്നുന്നത്. അല്ല, അത് അതിരൂക്ഷമായിട്ടുള്ള വിമർശനമല്ലേ ഇപ്പം വരുന്ന ഈ ചെറിയ വിമർശനമല്ലല്ലോ, ഇപ്പം ഒന്നുകൂടെ രൂക്ഷമായില്ലേ. അപ്പോഴത്തേക്ക് ഇവർക്ക് പിടിച്ചു നിൽക്കാൻ യാതൊരു കാരണവശാലും കഴിയുന്നില്ല. അപ്പൊ ഇവര് ഒരു തീരുമാനം എടുത്തേക്കുക, നിങ്ങൾ ഈ അച്ചായന്മാരുടെ അടുത്തൊന്നും ചെല്ലല്ലേ, വല്ല കുണ്ടമാക്രിയെ പോലെ പാണ്ടിലോറിയുടെ അടി വന്നതിനെക്കാട്ടിലും കഷ്ടമാകും, നിങ്ങൾ മസിൽ പിടിച്ച് ഒരു രക്ഷയില്ല, ഇനി വീട്ടിൽ വല്ല തുപ്പൽ ബിരിയാണിയൊക്കെ അടിച്ച് കുത്തിയിരിക്കാനായിട്ട് പറഞ്ഞേക്കുക. അതുകൊണ്ട് തുപ്പലുകൾ ശേഖരിച്ചോണ്ടിരിക്കുക. ഇപ്പൊ തുപ്പി അങ്ങോട്ട് പരസ്പരം തുപ്പി ജീവിക്കാൻ പോവാ. അല്ല, ഇല്ലെങ്കിൽ ഇപ്പം എന്തൊരു ബഹളാ. നസ്രീം ബദർ പുതിയ ഐറ്റം കൊണ്ട് വന്നിരിക്കുകയല്ലേ, ദിവസം ഓരോ പുതിയ ഐറ്റങ്ങൾ. അച്ഛൻ ബ്രദറെ, ഇത് സമുദ്രമല്ലേ ഇത്? ഈ സമുദ്രത്തിൽ ഇങ്ങനെ മുത്തുകളെ ഇങ്ങനെ തപ്പിയെടുത്തോണ്ട് വരണം. അപ്പൊ ഓരോ ദിവസം ഓരോ മുത്തുകൾ വരുന്നത്. ഈ മുത്തുകളൊക്കെ കാണുമ്പോ കോയകളുടെ ഒക്കെ ഇത് എന്തു പറയുന്നത്, അവരുടെ അടിത്തറയല്ല, അവരുടെ സർവ്വത ഇളകും. എങ്ങനെയിട്ട് ഇതൊക്കെ ഡിഫെൻഡ് ചെയ്യും? ഈ സാധനം, ഈ തീട്ടത്തിനെ അവര് പൊതിഞ്ഞുകൊണ്ടെന്ന് സ്വർണമാണെന്ന് പറഞ്ഞുകൊണ്ട് വിറ്റ് കഴിഞ്ഞാൽ വല്ല രക്ഷയുണ്ട്? എത്ര നാള് കബളിപ്പിക്കുക ആൾക്കാരെ? ഒരു ലിമിറ്റ് ഇല്ല എല്ലാത്തിനും. ഇതൊക്കെ അവർ ദൈവമായിട്ട് രഹസ്യമായിട്ട് സൃഷ്ടിച്ചതല്ലാതെ കൊണ്ടു മനുഷ്യ സൃഷ്ടിച്ചതിന് എല്ലാം ഒരു ടൈം ഫ്രെയിം ഉണ്ട്. മനുഷ്യനുണ്ടാക്കുന്ന ഏത് സാധനം ദൈവം സൃഷ്ടിച്ചതിന് മാത്രമേ ഉള്ളൊരു നിലനിൽപ്പ്. ഇനി എത്ര കിതാബ് എഴുതിയാലും എന്ത്, ഇത് ഇവന്മാര് മ്ലേച്ഛതയെ ന്യൂ നോർമൽ ആക്കാൻ ശ്രമിച്ചതാണ്. മ്ലേച്ഛതയെ മഹാമ്ലേച്ഛതയാക്കി, അതാണ് ന്യൂ നോർമൽ. ഞാൻ ചോദിച്ചോട്ടെ, ഈ വ്യഭിചാരിയെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്ന് പറഞ്ഞു, എടാ ഈ കല്ലെറിയുന്നവൻ ആരാ? യേശുക്രിസ്തു ചോദിച്ച ആരാ? എടാ നിങ്ങളിൽ പാപമില്ലാത്തവൻ കല്ലെറിയട്ടെന്നാ പറഞ്ഞെ. ഇവന്റെ എന്തോ ശരിയ നിയമം ഇവന്റെ? ഈ വ്യഭിചാരിയാണ് പറയുന്നത് വ്യഭിചാരിയെ കല്ലെറിഞ്ഞ് കൊല്ലണം. ഈ മുഹമ്മദ് എന്ന വ്യഭിചാരി ആ സ്ത്രീയെ പ്രസവിച്ചതിന് ശേഷം ഇച്ചിരി വളർന്നതിന് ശേഷം മഹാവ്യഭിചാരിയാവൻ ഉടായിപ്പ് വ്യക്തി പറയാ ഇവിടെ കല്ലെറിഞ്ഞു കൊല്ലാനായിട്ട്. എന്തൊരു ഹിപ്പോക്രസിയാന്ന് ആലോചിച്ചു. ഇവര് പറയുന്നത് സ്വവർഗരതിക്ക് ഇവര് എതിരാണ്. സ്വവർഗരതി ലോകത്ത് ഏറ്റവും കൂടുതൽ നടത്തുന്ന ടീം ഇവരാ. ടർക്കിയില് ഒരു സർവേ നടത്തിയതിന് അത് 90% മുസ്ലിങ്ങളും എഗ്രി ചെയ്ത ദേ ആർ ഡൂയിങ് ദാറ്റ്. അപ്പൊ ഈ പ്രൈഡ് മാർച്ചിന്റെ ഗ്യാങ്ങിനെല്ലാം ഇവർ ഓവർടേക്ക് ചെയ്തില്ലേ? അത് കഴിഞ്ഞ് ഏകദേശം 70 മുതൽ 80% ആൾക്കാർ പറഞ്ഞെന്താ പറയാ, അവര് പിഡോഫിലിയ പ്രാക്ടീസ് ചെയ്യുന്നെന്ന്. ഓൾ ഡാം അൺനാച്ചുറൽ സെക്സ്. എന്നിട്ട് വന്നിട്ട് പറയാം ഇവര് ഗേ കമ്മ്യൂണിറ്റിക്കും ഇവർക്ക് എതിരാന്ന്, LGBTQ+ എതിരാന്ന് പറയുന്നത്. ഇത് ഹിപ്പോക്രസി അല്ലേ ഇവര്?
ടോട്ടൽ ഹിപ്പോക്രസിയാണ്. ഇസ്ലാം എന്ന് പറയുന്നത് മനുഷ്യത്വ വിരുദ്ധമായ കാര്യത്തിനെ അത് ന്യൂ നോർമൽ ആക്കുക. ഇതിനൊക്കെ എവിടെ ഇട്ട് ഡിഫെൻഡ് ചെയ്യാൻ അവനൊക്കെ? അത് അങ്ങനായിരുന്നു. അന്ന് ആയിഷയ്ക്ക് 6 വയസ്സെന്ന് പറഞ്ഞ ഒരു 60ന്റെ ലുക്കായിരുന്നു. ഈ ഉടായ്പ കൊണ്ട് എത്ര നാൾ നടക്കും? ഒരുത്തനാണെങ്കിൽ മോന്ത കാണണം. ഞാൻ പറയുന്നത് ഇവിടെ പെണ്ണ് ഇത് എന്ത് വല്ല മാട്രിമോണിയൽ ആപ്പ് വല്ലോ അന്ന് ഇത് ഈ ക്ലബ് ഹൗസ്. നിനക്കൊന്ന് മുഖം കാണിക്കുക. മുഖമല്ലടാ, വാക്കുകളാണ്. വാക്കുകളാണ് ഈ ഇരുവായ്ത്തലയുള്ള വാള് പോലെ ഇത് ചെയ്യുന്നത്. ഇവിടെ പെണ്ണ് കാണൽ ചടങ്ങൊന്നുമല്ല ഇവിടെ ക്ലബ് ഹൗസിൽ നടക്കുന്നത്. നിന്റെയൊക്കെ ജോലിയാ ഇവിടെ വന്ന് പെണ്ണുങ്ങളെ ട്രാപ്പ് ചെയ്യുന്നതും പെണ്ണുങ്ങളെ ഇത് പ്രൈവറ്റ് ചെയ്യുന്നതും അതിന്റെ ആവശ്യം വരുന്നത്. ഇവിടെ മറ്റുള്ളവർക്ക് അതിന്റെ ആവശ്യമില്ല. മുഖം കാണണം ഒരുത്തിന്. ഈ കൂടുതൽ സ്വീറ്റ് ആയിട്ട് സംസാരിക്കുന്നതിനാണല്ലോ അവനാ പക്ക തീവ്രവാദി. നിങ്ങൾ മനസ്സിലാക്കിക്കണം. ഈ സ്വീറ്റ് ആയിട്ട് സംസാരിക്കുന്നതിനാണ് പക്ക തീവ്രവാദി. നഹാസ്ക ശ്രീലങ്കയില് പള്ളി കയറി ബോംബ് അല്ല ശ്രീലങ്കയിൽ പള്ളി കയറി ബോംബ് വെച്ചവനും അങ്ങനെ സ്വീറ്റ് ആയിട്ട് സംസാരിക്കുന്നവനായിരുന്നു. ഒരു പിന്നല്ലാതെ കാര്യം ഒന്നും പറയത്തില്ലൊന്നുമില്ല. ഈ ഒസാമ ബിൻ ലാഡന്റെ നിങ്ങൾ ഇന്റർവ്യൂസ് കണ്ടു നോക്കുക. എന്തൊരു ഭയങ്കര ശാന്തമായിട്ട് സംസാരിക്കുന്നത്. എന്ത് ശാന്തമായിട്ടാ, വളരെ കൂളായിട്ട് സംസാരിക്കുന്നത്. ഒരല്പം വെപ്പാളമുള്ള നായിക്കിന് മാത്രമേ ഉള്ളൂ അല്ലേ? ഓ അത് അവന് വെപ്രാളമില്ല. അവനൊക്കെ അവൻ അടവിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികൾ ഈ അഹമ്മദ് ഇത് അതിനെ കാലെ വാരി അടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവന് മനസ്സിലായി ആൾക്കാരെ ഇവന്റെ ആൾക്കാരെ കൂട്ടി ഇന്ന് ദൂരെ നിന്നില്ല മയക്കും പിടിച്ച് 2 ഗുണ്ടകളെ 2 സൈഡിൽ നിർത്തിയിട്ട് ചോദ്യങ്ങൾ ചോദിക്കുക, അതിന്റെ വാചകം അടിക്കുക. അതും ക്രിസ്ത്യാനികൾ തേച്ചൊട്ടിച്ചു. ഇതിനകത്ത് എന്തെങ്കിലും വേണ്ട, ഒരു സാധനം വേണ്ടേ? 100% ഇത് എന്താ പറയുന്ന കലർപ്പിടമായ സാധനം, മലൈസ് ആയിട്ടുള്ള സാധനത്തിനെ കൊണ്ടുവന്നിട്ട് പറയാം ഇത് ഭയങ്കര സംഭവമാണ്. ഞങ്ങളുടെ സാധനം എന്ന് പറഞ്ഞാൽ അതിനെ വെല്ലാൻ വേറെ സാധനമില്ല. ഒക്കത്തില്ല. നിന്റെ സാധനത്തിനെ വെല്ലാൻ പറ്റത്തില്ല. മാനുഷിക മൂല്യങ്ങളെ വെച്ച് വെല്ലാൻ പറ്റത്തില്ല. തീട്ടത്തിനെ തീട്ടം കൊണ്ടേ വെല്ലാൻ പറ്റത്തുള്ളൂ. അത് ഞങ്ങളുടെ ഇല്ല ആ സാധനം. അത് നിന്റെ കയ്യിലാ. നീ അത് ഹോൾസെയിൽ ഡീലറാണ്. ഇവർക്കെന്താ അസ്ത്രം സൂക്ഷിച്ചു വെക്കുക? പിന്നെ കാശ്മി പറയുന്ന മാതിരി എന്താ 6 വയസ്സല്ല 10 വയസ്സ് 6 വയസ്സ് പറയുന്നവന് തലയെടുക്കണം. പിന്നെ വേറെ ഒരുത്തനുണ്ടല്ലോ, എന്താ പറഞ്ഞ കാലും കൈയെല്ലാം ബോംബ് പൂട്ടി ചാകാൻ കിടക്കുന്ന കണ്ടൊരുത്തനുണ്ടല്ലോ, എന്താ അതിന്റെ പേര്? അബ്ദുൽ നാസർ മദനി. അവനൊക്കെ തലയെടുക്കണം. ഇത് തന്നെ ഉള്ളവന്മാരുടെ ആത്മീക പ്രസംഗങ്ങളായത്. ഒരുത്തന് പറയുന്ന അവൻ പക്ഷെ തല ഇതിന്റെയൊക്കെ പറച്ചിട്ട് അവസാനം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ അബ്ദുൽ നാസർ മദനിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ചു. അന്ന് ഇവന്മാര് വാവാ പറഞ്ഞുകൊണ്ടിരുന്നവന്റെ അബ്ദുൽ നാസർ മദനിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ത്? അങ്ങനെ അള്ളാഹു പണ്ടേ കൈവിട്ടു. നരകിച്ചല്ല അള്ളാഹു ചാകത്തുള്ളൂ. പണ്ടേ കൈവിട്ട്. അള്ളാഹു എന്ന് പറയുന്നത് താനും തന്നെ പിശാച. പിന്നെ അവന്റെ അടുക്ക പിന്നെ മര്യാദക്ക് നടത്തുവന്മാരെയൊക്കെ മറ്റുള്ളവരെ ഉപദ്രവിച്ചിട്ടുള്ളവർ. ഒരു ഓക്കൽ അവൻ പറയുന്നത് മറ്റുള്ളവരെ കൊല്ലുന്ന കാര്യം. അവനാ ഈ ചിൻവാദ പാലത്തിന്റെ പുസ്തകം വന്നപ്പോ പ്രവാചകന്റെ ഒരു കഥ പറയുന്നുണ്ട്, തല ഇങ്ങനെ ഫുട്ബോൾ പോലെ ഉരുളുന്ന. അതിന്റെ അർത്ഥം എന്തുവാ? അവൻ പറയുന്ന എടാ ഏതെങ്കിലും കോയകൾ എണ്ണീറ്റ് അവന്റെ തല വെട്ടു. പക്ഷെ പുള്ളിക്കാരൻ മരിച്ചുപോയി. അല്ലെങ്കിൽ ആ പുള്ളിക്കാരന്റെ തല വെട്ടിയാനായിരുന്നു. ഇവനൊക്കെ എന്ന് പറഞ്ഞാൽ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതും പ്രൊമോട്ട് ചെയ്യുന്നതും വിരോധമാണ്. വൈരാഗ്യ ബുദ്ധിയോടാണ് സംസാരിക്കുന്നത്. ഇപ്പൊ പിടിച്ചു നിൽക്കാൻ വയ്യാതായപ്പോഴത്തേക്ക് പിന്നെ ഒരുവിധപ്പെട്ട ഇച്ചിരി സാമാന്യ ബുദ്ധിയുള്ളവരൊക്കെ കള ഒഴിഞ്ഞ്. സാമാന്യ ബുദ്ധി എന്ന് പറയട്ടെ, ഇത് നമ്മള് ഇനി ഇതിന്റെ പുറത്ത് പെയിന്റ് അടിച്ചിട്ട് ഇനി പ്രയോജനമില്ല. ഇപ്പൊ ക്ലബ് ഹൗസ് ഇല്ല. ഞാൻ ഇന്നലെ 2-3 ദിവസം ഒരാഴ്ചയായിട്ട് ശ്രദ്ധിക്കുക, ഇവരുടെ നമ്പർ വളരെ ഡ്രോപ്പ് ഡൗൺ ആവുകയാണ്. ഇങ്ങനെ നമ്പേഴ്സ് ഇവര് തീരും. ഇവർ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ മുസ്ലിങ്ങളുടെ എണ്ണം ഇവിടെ ക്ലബ് ഹൗസ് കാലിയാവും.
അബീലെ ഈ സാധനം മേളിയിട്ടേക്കുന്നൊന്ന് ആ ലിങ്ക് ഒന്ന് പോയി വായിച്ചേ. അബീലെ, നിനക്ക് കിട്ടാൻ പോകുന്ന സാധനമാ, ഒന്ന് വായിച്ചേ അതൊന്ന്. അബീലെ അതൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്താൽ മതി. മലയാളത്തിൽ നല്ല അടിപൊളിയായിട്ട് വായിക്കാം. സാധനം അടിപൊളി സാധനമാണ്. ഞാൻ വായിക്കുന്നില്ല എന്തായാലും. നീ തന്നെ വായിച്ചെന്ന് നിർവൃതി അടയുക. അത് ഷിജു സംസാരിച്ചോളൂ. ഗിബോർ ബ്രദറെ പ്രൈസ് ലോഡ്. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. ഗിബോർ ബ്രദർ, ഒരു കാര്യം പറയാൻ വേണ്ടിയായിരുന്നേ. ബ്രദർ പറഞ്ഞ അനുസരിച്ച് ഞാൻ രണ്ടാമത് ചാറ്റ് GPT ഇൻസ്റ്റാൾ ചെയ്തിരുന്നു. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നു ബ്രദറെ, പറഞ്ഞോളൂ. ഓക്കെ. ഞാൻ ജസ്റ്റ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഇത് പറഞ്ഞു എന്നേ ഉള്ളൂ. നേരത്തെ ഇൻസ്റ്റാൾ ചെയ്തിരുന്നു, അപ്പം സംഗതികളൊന്നും അപ്ഡേറ്റഡ് അല്ലായിരുന്നല്ലോ. ഇപ്പോൾ രണ്ടാമത് ഇൻസ്റ്റാൾ ചെയ്ത് ഞാൻ ഫസ്റ്റ് സെർച്ച് ചെയ്തത് നമ്മുടെ മുത്തുനബിയും ഹംസയല്ലേ തമ്മിലുള്ള ഏജ് ഡിഫറൻസ് ആണ് ഫസ്റ്റ് സെർച്ച് ചെയ്തത്. അപ്പോൾ അതിൽ ക്ലിയർ ആയിട്ട് ചാറ്റ് GPT പറയുന്നത് 4 years ഡിഫറൻസ്. പിന്നെ രണ്ടാമത് സെർച്ച് ചെയ്തത് അബ്ദുൾ മുത്തലീബും അബ്ദുള്ളയും തമ്മിലുള്ള കല്യാണത്തിൻ്റെ കാര്യം. അപ്പം അത് സെയിം ഡേറ്റ് ആണെന്നുള്ളതും ചാറ്റ് GPT പറയുന്നുണ്ട്. അപ്പം ഞാൻ അതിൻ്റെ അകത്തെ ആ ഒരു ഇത് പറയാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് കയറുന്നേ ഉള്ളൂ. ബ്രദറെ, ഇങ്ങനെയുള്ള കാര്യങ്ങള് അത് സ്ട്രേറ്റ് അവേ ഡിനൈ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഇവര് ഈ പെയിന്റ് അടിക്കുന്നതാണ് ചാറ്റ് GPTക്കുള്ള ഇത്. ഇവര് സയന്റിഫിക്കലി ഭയങ്കര ഇത് ചെയ്തതാണ്, ഇവരാണ് ഭയങ്കര ഇത് ചെയ്തത് അത് തന്നെ. അതിന്റെ എന്ന് വേറെ പറയാം. കുറെ വശങ്ങൾ നോക്കി കഴിഞ്ഞാൽ അവര് സ്ട്രെയിറ്റ് ആയിട്ട് ഒന്നും പറയുന്നില്ല. ജസ്റ്റ് ടച്ച് ചെയ്ത് പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഞാൻ ഫസ്റ്റ് ഇത് രണ്ട് സെർച്ച് ചെയ്തപ്പോഴത്തേക്കും കറക്റ്റായിട്ട് അതിൻ്റെ അകത്ത് ആ 4 years ഡിഫറൻസ് നമുക്ക് കാണാൻ പറ്റും. അതെന്താ ബ്രദറെ അങ്ങനെ വന്നതിന്റെ കാരണം എന്താ പറയാ, നമ്മുടെ ക്രിസ്ത്യാനികളായ ആൾക്കാര് ഈ ചാറ്റ് GPT ആയിട്ട് വാഗ്വാദത്തിൽ ഏർപ്പെടുന്നുണ്ട്. ഞാൻ അന്ന് ഇത് വളരെ സ്റ്റോഞ്ച് ആയിട്ട് ഇത് ക്രിട്ടിസൈസ് ചെയ്തു. അപ്പൊ എന്റെ അടുത്ത് ഇപ്പൊ എന്ന് പറയാൻ ചാറ്റ് GPT ഒന്നുകൂടെ അഡ്വാൻസ്ഡ് ആണെന്നുള്ളത്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പൊ നമ്മൾ പരസ്പരം കൺവെർസേഷൻ ചെയ്യുന്ന പോലെ ചെയ്യാം. അപ്പൊ എന്റെ അടുത്ത് പറയുക, യു ഗോട്ട് ഫ്രസ്ട്രേഷൻ. ഞാൻ പറയും, വൈ ഷുഡ് ഐ ഹാവ് എ ഫ്രസ്ട്രേഷൻ? എന്തിനാ എനിക്ക് ഫ്രസ്ട്രേഷൻ? ഞാൻ പറയും, ചാറ്റ് GPT ഓൺലി ഗോട്ട് 2 years ഏജ്. 2 വർഷത്തെ വയസ്സേ ആയുള്ളൂ. ഇവിടെ ക്രിസ്ത്യാനികൾ ഇതിനെ കുറിച്ച് മോർ ദാൻ ഹാഫ് എ സെഞ്ചുറി ആയെന്ന് പറഞ്ഞു. ഈ ഇന്റർനെറ്റ് ഒക്കെ വരുന്നതിന് മുമ്പേ പഠിച്ചിട്ടിരിക്കുകയെന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ ഡേറ്റ മനഃപൂർവ്വം അപ്ഡേറ്റ് ചെയ്യാതെ ബയസ്ഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് അല്ലേ നിങ്ങൾ ലോകത്തിന് പാസ് ചെയ്യുന്നതെന്ന് വെച്ചു. പിന്നെ അതേപോലെ തന്നെ മറ്റുള്ളവരുടെ എല്ലാം മോക്കറിയാക്കാൻ നിങ്ങൾ റെഡി. ക്യാൻ യു മേക്ക് എ കാർട്ടൂൺ ഓഫ് ജീസസ്? യെസ്. ക്യാൻ യു മേക്ക് എ കാർട്ടൂൺ ഓഫ് മുഹമ്മദ്? നോ. അപ്പൊ ഇത് ബയസ്ഡ് ആയിട്ടുള്ള ഇതല്ലേ.